കാവേരി റിവർ ഐലൻഡിലാണ് ശ്രീരംഗം അമ്പലമുള്ളത്. നമ്മള് നേരത്തെ പ്രാവശ്യം പോയത് ഇതുവഴിയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പാലക്കാട്ടിലേക്ക് പോണ സമയത്ത് കോയമ്പത്തൂർ വഴിയും പോവാം, പൊള്ളാച്ചി വഴിയും പോവാം. ഏതാണ് എളുപ്പം നോക്കി ആ വഴിക്ക് പോവാം. ശരി. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി പോയത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊള്ളാച്ചി വഴിക്കാണ് പോയത്. ഈ പ്രാവശ്യം കോയമ്പത്തൂർ വഴിക്ക്. ശരി, ഓക്കെ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിന്റെ അവിടത്തേക്ക് പോവാണ്. വടക്ക് വഴിയാണ്. തമിഴ്നാട് ശ്രീരംഗത്ത് ശ്രീരംഗനാഥ സ്വാമി ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 156 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തനക്ഷമമായ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത്. 7 വരി മതിലുകളും 21 ഗോപുരങ്ങളുമാണ് ഇവിടെയുള്ളത്. 236 അടിയുള്ള രാജഗോപുരം, ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗോപുരം ഇവിടെയാണുള്ളത്. ഈ ഗോപുരങ്ങൾക്കിടയിൽ വീടുകളും കടകളും വളരെ സാധാരണമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അനന്തശയനത്തിലുള്ള ഇവിടുത്തെ വിഷ്ണു വിഗ്രഹം പ്രത്യേക ഔഷധ മൂല്യമുള്ള സസ്യക്കൂട്ടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിലുള്ളതുപോലെ കിഴക്കോട്ടല്ല, ഇവിടെ ലങ്കയിലേക്ക് അഭിമുഖമായി തെക്കോട്ടാണ് ദർശനം. ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു. നമ്മൾ 956-ലധികം സൂക്ഷ്മമായ ചിത്രപ്പണികൾ നടത്തിയ തൂണുകളുള്ള മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഭോജനശാലകളിലും ഈ തൂണുകൾ നമുക്ക് കാണാം. 1000-ലധികം തൂണുകളുണ്ട്. ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരു ബോട്ടിൽ പോയത് അച്ഛനൊക്കെ ഒന്നുകൂടെ മാമിന്റെ കല്യാണത്തിന് അമ്പലത്തിൽ പോയാലോ? നമ്മൾ അന്ന് പോയ അമ്പലം കാവേരി പുഴ, കാവേരി റിവർ പാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ 165, ഈ റോഡ് 104. ഗൈസ്, നമ്മൾ രാമേശ്വരത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു സലൂൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്താ വെട്ടുവോം എന്നായിരുന്നു. വന്താ വെട്ടുവോം എന്ന് വെച്ചാൽ തമിഴിൽ വന്ന മുറിച്ചു തരാം എന്നുള്ള ഒരു മീനിങ് ആണ്. സോ അങ്ങനെ അത് ഇപ്രാവശ്യം മുമ്പ് കാണുമെന്ന് നോക്കാൻ വേണ്ടി നോക്കി, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഞങ്ങൾ അങ്ങനെ പേര് കണ്ടു, അത് നോക്കി വന്നതാണ് ഞങ്ങൾ. ഇപ്പം കരൂർ ഞങ്ങൾ അങ്ങനെ ഒരു കട കണ്ടു. വന്താ വെട്ടു ജസ്റ്റ് ഹെയർ. ഇതാണ് ആ കട. ഒരു ബാർബർ ഷോപ്പാണ് സംഭവം. അപ്പം ശരി, നമുക്ക് പോവാനി. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി എടുത്തു എന്ന് മാത്രം. ഇത് നമ്മൾ രാമേശ്വരത്ത് ഇങ്ങനെ ഒരു പേരുള്ളൊരു ബാർബർ ഷോപ്പ് കണ്ടായിരുന്നു.
സ്ഥലത്തിന്റെ പേര് കൃഷ്ണരായപുരം എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് വണ്ടി നിർത്തുമ്പോഴേക്കും കുറച്ച് ദൂരെയായി പോയി. പിന്നെ ഞങ്ങൾ മെല്ലെ വണ്ടിയോടെ നിർത്തി നടന്നു വന്നു ഇങ്ങോട്ട്. ടോള് കഴിഞ്ഞതും നമ്മൾ സ്നാക്സും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബേക്കറിയിൽ നിർത്തി. ഇവിടെ കരിമ്പ് ജ്യൂസും ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് കരിമ്പ് ജ്യൂസും കുടിക്കാം. ചായ വേണ്ട, കരിമ്പ് ജ്യൂസ് ആക്കാം ഇന്ന്. ഇവിടെ പഞ്ചസാരയ്ക്ക് പകരം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കരിമ്പ് ജ്യൂസാണ് ആഡ് ചെയ്യുന്നത് ജ്യൂസിലൊക്കെ. അമ്മേ സ്ട്രോബെറി ജ്യൂസ്. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെയൊക്കെ കുക്കറുണ്ട്, ബാഗ്, അങ്ങനത്തെ വുഡൻ സ്പാച്ചുലാസ്, ഭരണി, കട്ടിംഗ് ബോർഡ്, അങ്ങനെ അത്യാവശ്യം കിച്ചൺ ഐറ്റംസ് ഒക്കെ ഉണ്ട്. വാട്ടർ ബോട്ടിൽസ് സ്റ്റീലിൻ്റെ ഉണ്ട്, ഗ്ലാസിൻ്റെ, ഹാങ്ങർ, അങ്ങനത്തെ ഒക്കെ, പ്ലാസ്റ്റിക് ട്രേ, ടോയ്സ്, കത്രിക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ വാട്ടർ ബോട്ടിലിൻ്റെ മൂടി പൊട്ടി ചെറുതായിട്ട്, പിന്നെ 2 എക്സ്ട്രാ സ്പെയർ മൂടിയും വാങ്ങിച്ചു. ഇവിടെ അങ്ങനെ ലിഡായിട്ട് കിട്ടുന്നുണ്ട്. ട്രാക്ടറാണ്, കരിമ്പ് വണ്ടി. വേപ്പാണ്, വേപ്പ് മരം. നല്ല രസമുണ്ട്. ആ ഒരു ഗ്രീൻ കളർ കാണാൻ രസമുണ്ടല്ലേ. തെങ്ങും തോട്ടം. കരിമ്പ് വണ്ടി പോണുണ്ടാ തോവി. ഇത് 2 പെട്ടിയാണ്, 2 ട്രെയിന്. ഇത് നമ്മൾ എവിടെന്നാ കണ്ടതുപോലെ മഹാരാഷ്ട്ര. അവിടെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ പോയി. ദിണ്ടുക്കൽ 65 കിലോമീറ്റേഴ്സ് അങ്ങോട്ടേക്ക്. മുകളിൽ പോണത് NH 74. NH 74 ആണ്. കാണില്ല. മുട്ട കൊണ്ടുപോണ വണ്ടിയാണ്, പക്ഷെ അത് ക്യാമറയിൽ കാണുന്നു. ചോദിച്ചാൽ വിറക് വണ്ടി, ഈ മേലക്കൂടെ പോണ ഫ്ലൈ ഓവർ റോഡ് NH 44. കന്യാകുമാരി ടു കാശ്മീർ റോഡാണല്ലേ മുകളിൽ കൂടെ പോകണം. നോക്കടാ, എൻ്റെ വലിയ കണ്ട ടോവി.
കാങ്കേയം എന്ന് പറയുന്ന സ്ഥലത്തല്ലേ കുറച്ചേരം കൂടി കഴിഞ്ഞാ. മങ്ങിലൊക്കെ എത്തും. മഞ്ഞിലൊക്കെ നമ്മളെ പല്ലടം എത്തി. നമ്മളങ്ങനെ ഡിന്നർ കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം.